കൊല്ലം ചടയമംഗലം പോരയിടത്ത ബന്ധു പെട്രോൾ ഒഴിച്ച് കത്തിച്ച യുവാവ് മരിച്ചു. ഇടയ്ക്കോട് കുന്നംപുറം സ്വദേശി കലേഷാണ് മരിച്ചത്. പ്രതി സനല റിമാൻഡിലാണ്. കൂടുതൽ വിവരങ്ങളുമായി മിഥുൻ ചേർന്നുണ്ട്. മിഥുൻ, എപ്പോഴാണ് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത്? വിഷ്ണു, 2 ദിവസം മുമ്പാണ് ഇങ്ങനൊരു സംഭവം നടക്കുന്നത്. ഇവർ തമ്മിൽ ബന്ധുക്കളാണ് രണ്ടുപേരും. കലേഷും ഒപ്പം തന്നെ സനലും രണ്ടുപേരും ബന്ധുക്കളാണ്. വ്യക്തിപരമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ ഇരുവർക്കുമിടയിൽ നിലനിന്നിരുന്നു. കഴിഞ്ഞ ദിവസം ഇദ്ദേഹം കമലേഷ് ജോലി ചെയ്യുന്ന സ്ഥലത്തേക്ക് സ്ഥാപനത്തിൽ അതിക്രമിച്ച് കയറി ബക്കറ്റിൽ കൊണ്ടുവന്ന പെട്രോൾ ഒഴിച്ചാണ് സനല് തീ കൊളുത്തിയത്. പോരയുടെ ചന്തമുക്കിലായിരുന്നു ഈ വധശ്രമം നടന്നത്. പെട്രോൾ ഒഴിച്ചപ്പോൾ പുറത്തേക്ക് ഓടിയ കലേഷിന്റെ ദേഹത്ത് പന്തത്തിൽ തീ കൊളുത്തി എറിയുകയായിരുന്നു. ദേഹമാസകലം തീ പിടിച്ച കലേഷ് നിലവിളിച്ചോടി. നാട്ടുകാർ രക്ഷപ്പെടുത്തി പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ എത്തിക്കുകയായിരുന്നു. 80% സനലിനെ പൊള്ളലേൽക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. തീ കൊളുത്തിയ ശേഷം സനല് ചടയമംഗലം പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങുകയും ചെയ്തിരുന്നു. പ്രതിയെ സംഭവ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പടക്കമുള്ള നടപടികളും കഴിഞ്ഞ ദിവസം പൂർത്തിയാക്കുകയും ചെയ്തിരുന്നു. ചികിത്സയിലായിരുന്ന കലേഷ് ഇന്ന് രാവിലെ മരണപ്പെടുകയായിരുന്നു. 80%മായിരുന്നു കലേഷിന് തീപ്പൊള്ളലേറ്റത്. പന്തത്തിൽ തീ കൊളുത്തി ഈ കലേഷിന്റെ ദേഹത്തേക്ക് എറിയുകയായിരുന്നു. പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തി അതിനുള്ള എല്ലാ കാര്യങ്ങളുമായിട്ടായിരുന്നു ഈ കലേഷ് ജോലി ചെയ്യുന്ന സ്ഥാപനത്തിനുള്ളിലേക്ക് പ്രതിയായിട്ടുള്ള സനല് എത്തിയത്. പിന്നീട് പന്തത്തിൽ തീ കൊളുത്തി ഇയാളുടെ ദേഹത്തേക്ക് ഒഴിക്കുകയും ചെയ്തു. 80% പൊള്ളലേൽക്കുകയും ചെയ്തിരുന്നു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ കഴിഞ്ഞ ദിവസം തന്നെ പിടിയിലായ പ്രതി ഇപ്പോൾ റിമാൻഡിൽ കഴിഞ്ഞു വരികയാണ്. മറ്റ് നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും എന്നാണ് നിലവിൽ അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. വിഷ്ണു, വ്യക്തമാണ്. കൊല്ലം ചടയമംഗലം പോരയിടത്താണ് ബന്ധു പെട്രോൾ ഒഴിച്ച് കത്തിച്ച യുവാവ് മരണത്തിന് കീഴടങ്ങിയത്. ഇടയ്ക്കോട് കുന്നംപുറം സ്വദേശി കലേഷാണ് മരിച്ചത്. പ്രതി സനൽ റിമാൻഡിലാണ്. മിഥുനാണ് വിശദമായ റിപ്പോർട്ടുകളും പങ്കുവച്ചത്.